ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ദുബായിലും നാട്ടിലുമെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീസ് കേക്കാണ് കേട്ടോ. അളവുകളെല്ലാം കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കേക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുട്ടയുടെ യെല്ലോ പോർഷനും വൈറ്റ് പോർഷനും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് യെല്ലോ പോർഷനും വൈറ്റ് പോർഷനും പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ എഗ് വൈറ്റിൻ്റെ അകത്ത് ഒട്ടും എഗ് യോക്ക് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എഗ് യോക്ക് എങ്ങാനും വൈറ്റ് പോർഷൻ്റെ അകത്ത് പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല തിക്കായി വരില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ 3 മുട്ടയും ഇതുപോലെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ എഗ് യോക്ക് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു എഗ് യോക്ക് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാല് വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കേക്കിൽ ചേർക്കുന്ന ഓരോ ഐറ്റംസും റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര ഇതിൽ മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലോർ നമുക്കൊന്ന് മിക്സാക്കി അരിച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി ഇത് ഇതുപോലൊരു വിസ്ക് വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുപോലെ ബാറ്റർ ഒരല്പം തിക്കായി പോവുകയാണെങ്കിൽ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് ചേർത്ത് നമുക്കിതൊന്ന് ഒരല്പം ലൂസാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുത്ത് ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നവരെ നമുക്ക് പാലൊഴിച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഹാൻഡ് മിക്സറോ സ്റ്റാൻഡ് മിക്സറോ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു എഗ് വൈറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ ഒരു ഉപ്പ് ഈ ഒരു എഗ് വൈറ്റിലേക്ക് മിക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ ഒരു എഗ് വൈറ്റിലേക്ക് എടുത്തിട്ടുള്ളത്.
ചെറുതായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് തിക്കായി വരുന്ന സമയത്ത് വീണ്ടും 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തിക്കാക്കി എടുക്കാം. ഇപ്പൊ ഇത് ഈ ഒരു എഗ് വൈറ്റ് ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗള് ഇങ്ങനെ കമഴ്ത്തി നോക്കുന്ന സമയത്ത് അതിലെ എഗ് വൈറ്റ് പുറത്തേക്ക് ചാടി പോവാതിരിക്കുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു എഗ് വൈറ്റ് നമ്മുടെ എഗ് യോക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഒരു അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീഡിയോന്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് ചെയ്യുന്നത് പോലെ തോന്നുന്നത്. ഈ ഒരു എഗ് വൈറ്റ് ഈ ഒരു എഗ് യോക്കിലേക്ക് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് വളരെ പതുക്കെ വേണം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലുള്ള കേക്കുകളെല്ലാം ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് നല്ല സോഫ്റ്റായി കിട്ടില്ല, മാത്രമല്ല നല്ലോണം പൊങ്ങി വരികയില്ല. കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു അളവുകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ എഗ് വൈറ്റ് മുഴുവനായിട്ടും ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ട്രേ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ട്രേ വേണമെങ്കിലും എടുക്കാം. ഈ ഒരു ട്രേന്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ വേണമെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിന്റെ ബാറ്റർ മുഴുവനും ഞാൻ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ട്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്യൂറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ബാറ്ററിലെ എയർ ബബിൾസ് എല്ലാം മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്ത ശേഷം 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 150 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത ഈ ഒരു കേക്കാണിത്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം ഇത് നമുക്ക് ഈ ഒരു ട്രേയിൽ നിന്നും ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചൂടൊക്കെ നല്ലവണ്ണം ആറി അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ട്രേയിൽ നിന്നും കേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ കേക്ക് ഇതുപോലെ ട്രേയിൽ നിന്നും ഈസി ആയിട്ട് തന്നെ ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് വിണ്ട് കീറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ ഈ ഒരു മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കറക്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഈ ഒരു കേക്കിൻ്റെ 2 ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേക്കിനെ ഇതുപോലെ 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. തൊടുമ്പം തന്നെ പൊട്ടിപ്പോകുന്ന വിധത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്.
നമ്മുടെ എഗ് വൈറ്റ് ഒക്കെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് 150 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടറൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. ഇനി ഈ ഒരു ബട്ടർ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പഞ്ചസാരയുടെയും മിൽക്ക് മെയ്ഡിൻ്റെയും ഒക്കെ അളവുകളൊക്കെ നമുക്ക് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് ഒരു തിക്ക് ക്രീം ആവുന്നത് വരെ ഒന്ന് ബീറ്റാക്കി കൊടുക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ നല്ല തിക്കായി വരുന്നത് വരെ ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് നല്ല തിക്ക് ക്രീം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ക്രീം കഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കേക്കിന്റെ പീസിൽ നിന്നും ഒരു പീസ് കേക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ക്രീം ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഈ കേക്കിന്റെ മുകൾ ഭാഗത്ത് മുഴുവനും ഞാൻ ഈ ഒരു ക്രീം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഇതിലെ മെയിൻ താരമായിട്ടുള്ള ചെഡാർ ചീസാണ് കേട്ടോ. ചെഡാർ ചീസ് തന്നെ വേണം എടുക്കാനായിട്ട്, മൊസറല്ല ചീസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഈ ഒരു ചീസ് ഇതിലേക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിടുക. അപ്പൊ ഈ ഒരു കേക്കിന്റെ മുകൾ ഭാഗത്ത് മുഴുവനും ഞാൻ ഇതുപോലെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിന്റെ ബാക്കിയുള്ള പീസ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഇനി ഈ കേക്കിന്റെ മുകൾ വശത്തും സൈഡ് വശത്തും എല്ലാ വശത്തും നമുക്ക് ഈ ഒരു ക്രീം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ഷേപ്പിലൊന്നും ആയി കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ചീസും ബട്ടറൊക്കെ ഉപ്പില്ലാത്ത തന്നെ നോക്കിയെടുക്കുക. അപ്പൊ ഈ ഒരു കേക്കിന്റെ എല്ലാ വശത്തും ഈ ഒരു ക്രീം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലും സൈഡിലും എല്ലാ വശത്തും നമുക്ക് ഈ ഒരു ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു കേക്കിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാണാനുള്ള ഭംഗി മാത്രമല്ല, കേക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആണ്. ചീസൊക്കെ കുക്ക് ചെയ്യാതെ വരുമ്പോൾ ഈ ഒരു കേക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, കേക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു കേക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും വെറുതെ അല്ല ഈ ഒരു ചീസ് ഇത്രയും വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പൊ ഇതാ ഈ ഒരു കേക്കിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പൊ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്ക് വേറൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് ഹൈയിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. ഹൈയിൽ വെച്ച് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലോയിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്കിവിടെ കട്ട് ചെയ്ത് നോക്കാം. ഇനി എങ്ങാനും നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഹാർഡായി പോവുകയാണെങ്കിൽ കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന്റെ ക്രീമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നല്ല സ്മൂത്ത് ക്രീമായിട്ട് തന്നെ കിട്ടും. അപ്പം കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കേക്ക് ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് വീഡിയോക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ
വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അതേപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.